ഹലോ ഗൈസ്, ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞാപ്പി നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കിച്ചണിൽ കയറുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ കാര്യങ്ങളും കേട്ടാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുവിധം എല്ലാ രാവിലെകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. രാത്രി മുഴുവൻ ഞാൻ വാവയുടെ കൂടെ ആയ കാരണം ലേറ്റ് ആയിട്ടാണല്ലോ ഉറങ്ങുക. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ട് ഞാൻ എണീക്കുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റ് കിരീട്ടൻ കിച്ചണിൽ കയറും. ഞാൻ പതിയെ വന്ന് ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ കേട്ടോ. വീട്ടിലെ പുതിയ ആൾ വന്നതിന് ശേഷം ഉണ്ടായ പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് ഈ ഒരു രീതി. ഇപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഒരുമിച്ച് കുക്ക് ചെയ്ത് വെക്കും. കാരണം പിന്നീട് നമുക്ക് വാവേനെ വെച്ചിട്ട് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ സൺഡേ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ നേരത്തെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ മെയിനായിട്ടുള്ള നമ്മുടെ പണി തീരും. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പുട്ടും പിന്നെ അതുപോലെ ലഞ്ചിന് മോരുകറിയും ബീറ്റ്റൂട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ രാവിലെ കിച്ചണിലെ പണികളൊക്കെ തീർന്നു വരുമ്പോഴേക്കും കുഞ്ഞാവ എഴുന്നേറ്റിട്ടുണ്ടാവും കേട്ടോ. പിന്നെ രുദ്രനെ സ്കൂളിലേക്കൊക്കെ അയച്ച് കിരീട്ട ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനും അവനും തമ്മിലുള്ള ടൈമാണ്. പിന്നെ ഞങ്ങൾക്ക് രാവിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു നടന്ന് പാലൊക്കെ കുടിച്ച് പതിയെ ഒരു ഉറക്കമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കുക. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവ എഴുന്നേറ്റിട്ടുണ്ടാവും. പിന്നെ അവനെ കുളിപ്പിക്കുന്ന സമയമാണ്. ഞാൻ എപ്പോഴും അവനെ ഒരുപാട് വയറ് നിറഞ്ഞിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് വിശന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് ഉറക്കം വന്നിരിക്കുമ്പോഴോ കുളിപ്പിക്കാറില്ല. ഇതിനെല്ലാം ഇടയിലുള്ള അവൻ കളിക്കുന്ന സമയത്താണ് ഞാൻ അവനെ കുളിപ്പിക്കാറ്. നമ്മളെപ്പോഴും കുട്ടികളെ അങ്ങനെ കുളിപ്പിക്കുന്നതാണ് നല്ലതും. അതുകൊണ്ട് തന്നെ സ്ഥിരമായൊരു സമയം അവനെ കുളിപ്പിക്കാനായിട്ടില്ല. കുളി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അധികം സമയം അവൻ കിടന്ന് ഉറങ്ങും. എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല. ചില ദിവസങ്ങളിൽ ഉറക്കം കുറവായിരിക്കും, ചില ദിവസങ്ങളിൽ നന്നായിട്ട് ഉറങ്ങും. അപ്പോൾ അത് അവൻ്റെ മൂഡനുസരിച്ച് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ ജോലികളുടെ റുട്ടീൻ എന്ന് പറയുന്നത് അവൻ്റെ ഉറക്കത്തിൻ്റെ സമയം അനുസരിച്ചിരിക്കും. ഈ ഒരു ഡ്രയർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പ്രഗ്നൻസി ടൈമിൽ വാങ്ങിച്ചതാണ്. ഇപ്പോഴാണ് എനിക്കത് കൂടുതൽ യൂസ്ഫുൾ ആയത്. നമ്മുടെ 10 മണി വീണ്ടും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ മാറി വെയിൽ വന്നതോട് കൂടിയിട്ട് വീണ്ടും പല കളേഴ്സായിട്ട് നല്ല ഭംഗിയിലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി പോയി ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ ദിവസങ്ങളും. പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.